ഞാൻ പഠിക്കാൻ റെഡിയാണ് സാറേ, പക്ഷെ പഠന സമയത്ത് എനിക്ക് ഉറക്കം വരുന്നു, പഠിക്കാനിരിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് വരുന്നു. എന്താണ് ഇതിലുള്ള സൊല്യൂഷൻ? ഇത് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു ജിപോഡ്, ഇറ്റ്സ് മീ നാഫി. ഇത്തരത്തിലുള്ള സ്റ്റഡി ടിപ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇതേപോലെ പഠന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ഹൗ ടു അവോയ്ഡ് അൺനെസസറി സ്ലീപ്പ്. നിങ്ങൾ പലപ്പോഴും എന്താണ് പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും അനാവശ്യമായ ഉറക്കം നിങ്ങൾ നേരിടുന്നുണ്ടാവും. അതിന് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ സമയം കുറേ നേരം ഇരിക്കുക, നിങ്ങൾ ഭയങ്കര കംഫർട്ടാണ്, നിങ്ങളിങ്ങനെ ചാരി ഇരുന്നിട്ടൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, നിങ്ങൾ ഒരേ സമയം കുറേ നേരം ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ എന്തിലേക്ക് എത്തിക്കും, ഉറക്കത്തിലേക്ക് എത്തിക്കും. അപ്പോൾ പോസ്റ്റർ നിങ്ങൾ നോക്കുക, അതേപോലെ ആ കംഫർട്ട് സോൺ നിങ്ങൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. അതായത് കുറേ സമയം ഒരേപോലെ ഇരുന്ന് പഠിക്കാതെ, ഒരേപോലെ കിടന്ന് പഠിക്കാതെ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് നടക്കുക. കുറച്ച് നേരം നിങ്ങൾ കിടന്നിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതായത് ഈ പോസ്റ്റേഴ്സ് അഥവാ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതായത് ഏതെങ്കിലും സമയത്ത് പഠിക്കാതെ സ്ഥിരമായി ഒരേ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്താണ്, അതായത് ഇന്ന് രാവിലെ പഠിച്ചു, നാളെ രാത്രി പഠിക്കാം, മറ്റന്നാൾ വൈകിട്ട് പഠിക്കാം, അതിന് പകരം സ്ഥിരമായി ഒരേ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതായത് ഞാൻ ദിവസവും ഈ സമയത്ത് പഠിക്കും, ഈ സമയത്ത് ഞാൻ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും, പഠിക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നിലും ചിന്തിക്കില്ല, എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പഠനത്തിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ബാക്കി കാര്യങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ. വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി അടുത്ത എന്താണ്, ഇത് റൈറ്റ് ഫുഡ്സ്. നിങ്ങൾ ശരിയായ ഭക്ഷണം നിങ്ങൾ എന്ത് ചെയ്യണം, കഴിക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഹെവി ഫുഡ് കഴിക്കുക, അതായത് കൂടുതൽ ഓയിൽ അല്ലെങ്കിൽ ഗീ, നെയ്യൊക്കെ അടങ്ങിയ ഫുഡ് ഓവറായിട്ട് കഴിക്കാതെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അതേപോലെ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ഒരു ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കാലിങ്ങനെ ആട്ടുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇളക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. അതായത് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ കൈയും കാലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. അടുത്തത് റീഡ് ആൻഡ് റൈറ്റ് മോർ. അതായത് നിങ്ങൾ വായിക്കുക, അതേപോലെ എഴുതുക. അതായത് നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുക. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഉറക്കെ വായിച്ച് പഠിക്കുക. ഫുൾ ടൈം വായിക്കാതെ ഇടയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. ഈ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വെച്ച് ചെയ്യാണെങ്കിൽ കുറേ കൂടി നല്ലതാണ്. അപ്പോൾ എഴുതി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ യൂസ് യുവർ ഫിംഗർ ഓർ പെൻ ആസ് എ ഗൈഡ് വൈൽ റീഡിങ്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ കയ്യോ അല്ലെങ്കിൽ പേനയോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. നിങ്ങൾ വായിക്കാനിരിക്കുമ്പോൾ ആ ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യോ അല്ലെങ്കിൽ പേനയോ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, മുഖം കഴുകുക. അതായത് എന്ത് ചെയ്യുക, ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മുഖം ഒന്ന് കഴുകുക. പിന്നെ അടുത്തത് ചൂസ് എ റൈറ്റ് കൈൻഡ് ഓഫ് ലൈറ്റിംഗ്. ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ലൈറ്റിംഗ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് പ്രോപ്പർ വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന ബുക്കിലേക്കും നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ പ്രോപ്പറായിട്ട് വെളിച്ചം എത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതായത് പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഉറങ്ങണം. പ്രോപ്പറായി ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഡെയിലി ഒരു 7.5 hours, ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കണം. അതായത് എന്ത് ചെയ്യുക, ഒരു 10 to 5:30 എന്നുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ ഒരു 10 to 5:30 എന്നുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് ആ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെസ്റ്റ് റിസൾട്ട് നേടാൻ പറ്റും. പിന്നെ എന്താണ് അടുത്തത്, ടേക്ക് ഒക്കേഷണൽ ബ്രേക്സ് അല്ലേ. അതായത് നിങ്ങൾ ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 to 10 minutes നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. അതായത് കുറച്ച് പഠിച്ച ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അവിടെ ബ്രേക്ക് എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ബ്രേക്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. ഒരു 1 hour പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 to 10 minutes ബ്രേക്ക് എടുക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഉറക്കം വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫുഡ് വളരെ പ്രോപ്പറാട്ടോ. നിങ്ങൾ രാത്രിയത്തെ ഭക്ഷണം ഒരു ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചു പോകണം. അതായത് അനാവശ്യമായി ജങ്ക് ഫുഡ്സ്, ഓയിൽ കൂടുതലടങ്ങിയ ഫുഡ്, നെയ്യ് കൂടുതലടങ്ങിയ ഫുഡ് ഓവറായിട്ട് എന്ത് കഴിക്കാതിരിക്കുക. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഉറക്കം പ്രോപ്പറാക്കണം. നിങ്ങൾ ഉറക്കം പ്രോപ്പറായാലേ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കം പ്രോപ്പറാക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പഠന സമയത്ത് ഉറക്കം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനാണ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠന സമയത്ത് അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.